പത്തനംതിട്ട പട്ടാഴിമുക്കിലെ അപകടത്തിൽ 2 ജീവൻ പൊലിഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോഴും ദുരൂഹത ഒഴിയുന്നില്ല. അനുജയും ഹാഷിമും എങ്ങനെ പരിചയപ്പെട്ടെന്നോ ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചെന്നോ രണ്ടുപേരുടെയും വീട്ടുകാർക്കറിയില്ല. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഹാഷിമിന്റെ പിതാവ് ഹക്കിമിന്റെ പ്രതികരണം. ആലപ്പുഴ നൂറനാട് പാലമേൽ പഞ്ചായത്തിലാണ് അനുജയുടെ കുടുംബ വീട്. പിതാവും മൂത്ത സഹോദരനുമാണ് ഇവിടെ താമസം. 1.5 മാസം മുൻപാണ് ശസ്ത്രക്രിയയ്ക്കായി അനുജ തറവാട്ടിലെത്തിയത്. ഇവിടെ നിന്നാണ് തുമ്പമണ്ണിലെ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത്. നാളെ കായംകുളത്തുള്ള ഭർത്താവിൻ്റെയും മകൻ്റെയും അടുത്തേക്ക് പോകാനിരിക്കെയാണ് ദുരൂഹ മരണം. ഹാഷിം ആരാണെന്ന് അനുജയുടെ കുടുംബത്തിന് അറിയില്ല. പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്കൂൾ ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്ത അനുജയുടെ അച്ഛൻ രവീന്ദ്രൻ. അനുജയുടെ മരണത്തിൻ്റെ ഞെട്ടലിലാണ് നാടും. അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛൻ അധ്യാപകനും അമ്മ അധ്യാപികയായിരുന്നു. ഈ കുട്ടിയും കോളേജ് പ്രൊഫസറാണ്. മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അനുജയുടെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ ചാരുമൂട്ടിലാണ് ഹാഷിമിന്റെ വീട്. ഇന്നലെ രാത്രി 9:15 ഹാഷിമിനെ ആരോ ഫോണിൽ വിളിച്ചു. സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു. ഫോൺ കോളിന് പിന്നാലെ ഉടൻ മടങ്ങി വരാമെന്ന് പറഞ്ഞാണ് മകൻ പോയതെന്ന് ഹാഷിമിന്റെ മാതാവ് പറയുന്നു. പിന്നെ കേൾക്കുന്നത് അപകട വാർത്ത. ഭാര്യയും ഒരു മകനുമുള്ള ഹാഷിം അനുജയുമായി എങ്ങനെ സൗഹൃദത്തിലായി എന്ന് ഇവർക്കറിയില്ല. ഒന്ന് മാത്രം അവർ പറയുന്നു: ഹാഷിം ആത്മഹത്യ ചെയ്യില്ല. അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്കറിയത്തേ ഇല്ല. ഇവൻ്റെ ജീവിതത്തിൽ അവനെ അങ്ങനെ ചിന്തിക്കാനേ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ഇറക്കണം. ഇവനെ വലിയ കാര്യം എല്ലാവർക്കും. അനുജയുടെ മൃതദേഹം നാളെ നൂറനാട് കുടുംബ വീട്ടിലും എത്തിക്കും. 24 ആലപ്പുഴ.